Praise God. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പൗലോസ് അപ്പസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ 2 തിമോത്തിയോസ് 1-ന്റെ 4-ാം വാക്യം പൗലോസ് അപ്പസ്തലൻ ഒരു കാര്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിങ്ങനെ 2-ാം ഭാഗം എങ്ങനെ വായിക്കുന്നത്? അല്ലെങ്കിൽ ആ വാക്യം മുഴുവനായും, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. തിമോത്തിയോസ് കൂടെയല്ല, തിമോത്തിയോസിന് എഴുതുകയാണ്. നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നു. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. വിശ്വാസത്തെ കുറിച്ചൊരു പ്രത്യേക വിശേഷണമാണ് അവിടെ നമുക്ക് കാണുന്നത്. നിർവ്യാജ വിശ്വാസം. എന്നിട്ട് അതേ തുടർന്ന് പറയാ, അതൊരു ലെഗസി പോലെ, അല്ലെങ്കിൽ ഒരു പിന്തുടർച്ച ഉള്ളതാണ് എന്നുള്ള നിലയിൽ നമുക്ക് തോന്നുന്ന വിധമാണ് 5-ാം വാക്യം. ആ വിശ്വാസം ഏത് വിശ്വാസം? നിർവ്യാജ വിശ്വാസം. ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനീസിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നത് ഒരു പിന്തുടർച്ചയെ പറ്റിയാണോ? വിശ്വാസത്തിൽ അങ്ങനെ ഒരു പിന്തുടർച്ചയുണ്ടോ? ഇല്ല, നമുക്കറിയാം. പക്ഷേ പൗലോസ് പറയുന്ന ഈ തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഈ തരം, അല്ലെങ്കിൽ ഈ ഒരു മാറ്റ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ താൻ തന്നെ ഇങ്ങനെ പറയുന്നു. അതിങ്ങനെ വായിക്കാം. 3-ാം വാക്യം ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഐ താങ്ക് ഗോഡ് whom I serve with a clear conscience, the way my forefathers did എന്നും പറഞ്ഞാണ് ഇംഗ്ലീഷിൽ ആ കാര്യങ്ങൾ പറയുന്നത്. I constantly remember you in my prayers night and day. അപ്പൊ താനൊരു വഴിയെ പറ്റിയാ പറയുന്നത്. A way my forefathers did. ആ വഴിയാണ് നമുക്ക് അനുകരിക്കാൻ പറ്റുക. ആദ്യം നിന്റെ വലിയമ്മയിലും നിന്റെ അമ്മയിലും ഒക്കെ ഞാൻ ഉണ്ട് എന്ന് കണ്ടിരിക്കുന്നു എന്നോർത്ത് പൗലോസ് സ്തോത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പൗലോസ് ഒരു പാരമ്പര്യ വിശ്വാസത്തിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞു വരുന്നത്. മറിച്ച് അവിടെ എന്താണ് അത്? ഈ കത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ബൈ ദ വിൽ ഓഫ് ഗോഡ്. ഈ കത്ത് എഴുതുന്ന ബൈ ദ വിൽ ഓഫ് ഗോഡ് അക്കോർഡിംഗ് ടു ദ പ്രോമിസ് ഓഫ് ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ജീസസ്. യേശുക്രിസ്തുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ആണ് ആ ഒരു വാഗ്ദത്തം. ജീവന്റെ വാഗ്ദത്തം യേശുക്രിസ്തു തന്റെ ജീവൻ ഉത്പാദിപ്പിക്കുന്ന ആ വാഗ്ദത്തം, ആ ഒരു ഓർമ്മിപ്പിച്ച് അക്കോർഡിംഗ് ടു ദ പ്രോമിസ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഞാൻ നിനക്ക് എഴുതുന്നത് ഇത് ദൈവിക വാഗ്ദത്തം നിന്നെ ഓർപ്പിക്കാനായിട്ട്. അതെന്താ വാഗ്ദത്തം? നിർമ്മലമായ ഒരു ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ഒരു ജീവിതത്തിന്റെ വഴിയെ പറ്റിയ, അതാ പ്രോമിസ്. അപ്പൊ നമ്മൾ ചിന്തിച്ചതുപോലെ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്ന് വേർപെട്ട ഒരു ദൈവജനത്തിന്റെ ഇടയിൽ പാരമ്പര്യ വിശ്വാസികൾ എന്നൊരു വിശേഷണമേ ഇല്ല. നമുക്കറിയാം, അതുള്ളത് നമുക്കറിയാവുന്ന പോലെ പാരമ്പര്യ സഭകളാണ്. സുവിശേഷത്തിലല്ല, പാരമ്പര്യത്തിൽ തന്നെ ആശ്രയിക്കുന്ന, പാരമ്പര്യത്തിൽ ആശ്രയിച്ച് ആചാരങ്ങളിലൊക്കെ പോകുന്ന ആ ഒരു എപ്പിസ്കോപ്പൽ ചർച്ചുകളൊക്കെയാണ് ഈ പാരമ്പര്യ സഭകൾ. നമുക്കങ്ങനെയല്ല. കാരണം വിശ്വാസത്തിനൊരു പാരമ്പര്യമില്ല. വിശ്വാസം വ്യക്തിപരമാണ്. നമുക്ക് റോമാലേഖനം നമ്മൾ വായിക്കുന്ന വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്താലും വരുന്നു നമുക്കറിയാം. അപ്പൊ തികച്ചും പേഴ്സണലാണ്, രക്ഷ വ്യക്തിപരമായ. പക്ഷേ നമുക്ക് അനുകരിക്കാവുന്ന ഒരു വിശ്വാസത്തെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ നമുക്ക് അവരുടെ വിശ്വാസം അനുകരിക്കാൻ പറ്റും. ഇപ്പോഴാ കൺസിഡറിങ് ദ റിസൾട്ട് ഓഫ് ദർ കോണ്ടക്ട്, അവരുടെ നടപ്പിന്റെ അല്ലെങ്കിൽ ആ ജീവിത സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റുള്ള വിശ്വാസത്തെ അനുകരിക്കാം.
ആ ഒരു കാര്യമാണ് പോള് ലോവിസിനെ പറ്റിയും യൂനിസിനെ പറ്റിയൊക്കെ തിമോത്തിയോസിനോട് പറഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതായിട്ട് നാം കാണുന്നത്. നാം പറഞ്ഞു വരുന്നത് കേവലം ഒരു വിശ്വാസം, കർത്താവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ ദൈവത്തിന്റെ മകൻ ആണെന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ മാത്രമുള്ള ഊന്നിയുള്ള ജീവിതത്തിൽ അല്ല, മറിച്ച് അത് സജീവമായ ഒരു വിശ്വാസത്തിലേക്ക്, ഒരു ആക്റ്റീവ് ഫെയ്ത്തിലേക്ക് നാം വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ പ്രോമിസാണ്. അത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ആന്തരികമായി രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു ജീവിതത്തെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് കേവലം ക്രിസ്തീയ പ്രവർത്തനങ്ങളെ പറ്റി അല്ല പറയുന്നത്. ക്രിസ്തീയ പ്രവർത്തനങ്ങളല്ല, നമുക്കറിയാം ഒത്തിരി ധാരാളം സുവിശേഷകന്മാര് അല്ലെങ്കിൽ ക്രിസ്തീയ പ്രവർത്തകരുടെയൊക്കെ മക്കള് വളരെ നിർഭാഗ്യകരമായ ദുസ്സാക്ഷ്യങ്ങളായിട്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുക. ഈ നമ്മള് വിശ്വാസത്തിന്റെ വഴിയിൽ മാറിപ്പോയവര്, ദുസ്സാക്ഷ്യങ്ങളായിട്ട് തീരുന്നവരൊക്കെ ലോകം അങ്ങനെയുള്ളതിനെ എല്ലാം എടുത്ത് പെറുക്കി കാട്ടി കർത്താവിന്റെ മഹത്വത്തെ ഇടിച്ചു കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുക. അപ്പം ക്രിസ്തീയ പ്രവർത്തനങ്ങളെ പറ്റി അല്ല, മറിച്ച് അത് തികച്ചും ഒരു ആന്തരികമായ കാര്യമാണ്. തികച്ചും ആന്തരികമായ ഒരു ജീവിതത്തെ പറ്റിയാണ് നാം പറയുന്നത്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 23-ാം അധ്യായത്തിലും ഇവിടെ നോക്കാം, തിമോത്തിയോസിനും താൻ എന്താ പറഞ്ഞത്? നിർമ്മലമായ ഒരു നല്ല മനസാക്ഷിയെ പറ്റിയാ ഞാൻ നിനക്ക് എഴുതുന്നതെന്ന് പറയുന്ന പോലെ തന്നെ താന് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും സാൻഹെഡ്രിന്റെ മുമ്പിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ 23-ാം അധ്യായം അത് ആദ്യത്തെ വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കൊരു തന്റെ ഡോക്ടറിൻസ് അല്ല അവിടെ അവതരിപ്പിച്ചത്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ 1-2 പട്ടിക നിരത്തിയില്ല, മറിച്ച് തന്റെ ജീവിതത്തെ പറ്റിയാണ്. ഈ വഴിയിൽ ഞാൻ നടന്നപ്പോ എന്റെ മനസാക്ഷിയെ ഞാൻ ദൈവം മുമ്പാകെ സൂക്ഷിച്ചു. 24-ാം അധ്യായത്തിൽ ഫെലിക്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും താൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും 24-ന്റെ 16-ാം വാക്യം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഇത് വിശ്വാസത്തിന് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യമല്ല. വിശ്വാസവും നല്ല മനസാക്ഷിയും. വിശ്വാസം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമ്മള് സ്വർഗ്ഗത്തിൽ പോയെന്നും പറഞ്ഞില്ല, പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിരന്തരമായ രൂപാന്തരം, നമ്മുടെ ആന്തരികമായ രൂപാന്തരം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നതിനെ പറ്റിയാണ് നമ്മുടെ കർത്താവിന് നമ്മളെ പറ്റിയുള്ള പ്ലാൻ. രണ്ടാമത്, നല്ല മനസാക്ഷി മാത്രം കൊണ്ട് മതിയോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ നല്ല മനസാക്ഷിയോടെ ഞാൻ ജീവിക്കും. ഇല്ല, നല്ല മനസാക്ഷിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ലോകത്തിൽ അനേകം നല്ല മനസാക്ഷിയുള്ള നല്ല മനുഷ്യരെ നമ്മൾ മറ്റ് പല വിശ്വാസ സമൂഹങ്ങളിൽ കാണുന്നുണ്ട്. സത്യത്തിൽ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ്. കർത്താവിനെ കൂടാതെയുള്ള ഏത് നന്മയും നമ്മൾ ഐസയിൽ വായിക്കുന്നത് പോലെ കറ പുരണ്ട തുണി പോലെ ദൈവമുമ്പാകെ നിൽക്കുവാൻ കഴിവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം നോക്കുക, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോ അതിന്റെ ആ ഒരു ഊന്നൽ നോക്കുക. 16-ാം അപ്പോസ്തല പ്രവൃത്തി 24-16, ഇൻ വ്യൂ ഓഫ് ദിസ് I also do my best to maintain always a blameless conscience both before God and men. ഞാനത് അങ്ങനെ സൂക്ഷിക്കാനായിട്ട് ഞാൻ എത്രമാത്രം ഞാൻ ബോധപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം എന്റെ മനസാക്ഷിയെ ക്ലീൻ ചെയ്യാനായിട്ട് ആ ശുദ്ധീകരണത്തിനായിട്ട് വാഞ്ചിച്ചുകൊണ്ട് നമുക്ക് ആ വിശ്വാസത്തെ എത്ര അർത്ഥവത്തായിട്ട് അതിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക്, ദൈവഹിതപ്രകാരമുള്ള തലങ്ങളിലേക്ക് താൻ കൊണ്ടുപോകാനായിട്ട് എത്രമാത്രം വാഞ്ചിക്കുന്നു എന്നാണ് താൻ അവിടെ പറയുന്നത്. തിമോത്തിയോസിന് എഴുതുമ്പോ നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. തിമോത്തിയോസിന് എഴുതുമ്പോ 1 തിമോത്തി 1:18-19 നമുക്ക് നോക്കാം. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം
ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നോക്ക്, ഇത് രണ്ടും ഒന്നിച്ച് ദൈവം യോജിപ്പിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ. സത്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സംക്ഷിപ്തമായിട്ട് ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഒരു ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വ്യാഖ്യാനം. ക്രിസ്തീയ ജീവിതത്തിന്റെ ചുരുക്കം എന്താ? ആകത്തുക എന്താ? ആകത്തുക വിശ്വാസവും നല്ല മനസാക്ഷിയും. അതിനെല്ലാം വന്നിട്ടുണ്ട്. ദൈവഭയം വന്നിട്ടുണ്ട്, വിശുദ്ധീകരണം വന്നിട്ടുണ്ട്, പാപത്തോടുള്ള സ്പർശത വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് എല്ലാം ഉണ്ട്, ബിൽറ്റിൻ ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരു ആജ്ഞയാണ്. നിന്നെക്കുറിച്ചുള്ള പ്രവചനം അനുസരിച്ചുള്ള ഈ തിമോത്തിയോസിനെ കുറിച്ചുള്ള ദൈവഗീതം പൗലോസിനോട് വെളിപ്പെട്ടത് എങ്ങനെയാ? നിന്നെക്കുറിച്ചുള്ള കൽപ്പന ഞാൻ തരിക. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും സൂക്ഷിച്ച് നീ യുദ്ധസേവ ചെയ്യുക. എന്നിട്ട് വണിയ അനേകര് ഈ നല്ല മനസാക്ഷി അങ്ങ് തള്ളിക്കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ വിശ്വാസമുണ്ട്, ഞങ്ങൾ സ്വർഗത്തിൽ പോവും, ഞാൻ കർത്താവിന്റെ മകനാണ്. കർത്താവിന്റെ അക്സെപ്റ്റൻസ് മാത്രം മതി. ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, ശരിയാണ്. പ്രിയപ്പെട്ടവരെ, നാം വഞ്ചിക്കപ്പെട്ടു പോകും. എന്താ? അവരുടെ വിശ്വാസക്കപ്പൽ അധികം നാം നിൽക്കുകയില്ല. ആ വിശ്വാസക്കപ്പലും നമുക്ക് ചേതനയുള്ള ഒരു മനസാക്ഷി നമുക്കില്ലെങ്കിൽ വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്നതിനെ പറ്റിയാ നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ 3:9 കൂടെ വായിക്കാം. 3:9 ഇങ്ങനെ വായിക്കുന്നു: അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ശുശ്രൂഷകർക്കുള്ള ഒരു ആജ്ഞയാണ്. Holding to the mystery of faith with a clear conscience. Again, നമുക്ക് എല്ലാ തരത്തിലും വിശ്വാസത്തെ ഒറ്റയ്ക്ക് നിർത്തുന്നില്ല. വിശ്വാസത്തിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവണം? ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുവാനുള്ള ഒരു കരച്ചിൽ, ഒരു ആവശ്യബോധം, ദൈവം ഭാഗ്യമുള്ള നിസ്സഹായതയിലുള്ള ആശ്രയം നമുക്കുണ്ടാവണം. നമുക്ക് ഈ കേട്ടതിന്റെ വെളിച്ചത്തിൽ നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13 ഇങ്ങനൊരു വാക്യമുണ്ട്. 13 ഇങ്ങനെ വായിക്കുന്നു: Test yourselves to see if you are in the faith. Examine yourselves. Or do you not recognize this about yourselves, that Jesus Christ is in you, unless indeed you fail the test? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ. നമുക്ക് ഊന്നിയാ പറഞ്ഞിരിക്കുന്നത്, ഒരു കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകല്ല. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ. നോക്കുക, ഈ ടെസ്റ്റിന്റെ എന്താ നമുക്ക് അറിയാനുള്ള റിസൾട്ട് എന്താണ്? യേശു എന്നിലുണ്ടോ? അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 1-ാം വാക്യം ഞാൻ വായിച്ചതുപോലെ, യേശുവിന്റെ ജീവൻ, ആ വാഗ്ദത്തം ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ? നമ്മൾ ടെസ്റ്റിൽ പരാജയപ്പെടുമോ? നമുക്ക് നിരന്തരം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശോധന ചെയ്യട്ടെ. നമ്മളുള്ള വിശ്വാസത്തെ പറ്റി നമ്മൾ പുകഴുമ്പോഴും കർത്താവേ, എന്റെ ജീവിതം എപ്രകാരമാണ്, ഏത് മാറ്റാണ്, ഏത് തരമാണ് എന്നുള്ളത് ചിന്തിക്കുന്നത് അല്പസമയം ഞാൻ വളരെ ചുരുക്കമായിട്ട് 3-4 ഈ ഒരു ശുദ്ധ മനസാക്ഷിയുടെ എന്തൊക്കെയാണ് നമുക്ക് ആ ടെസ്റ്റില് നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്, പാപത്തോട് ഉള്ള സ്പർശ്യത. നാം എത്രമാത്രം പാപത്തോട് സ്പർശ്യതയുള്ളവരാണ്? ഒന്ന് വീണുപോയി, അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് ഒരു തെറ്റായ ഒരു വാക്ക് വീണുപോയി, ഞാൻ പരിശുദ്ധാത്മാവ് എത്രയധികം, എത്ര വേഗത്തിൽ എന്നെ അത് ഉദ്വേഗിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ആ കാര്യങ്ങളിൽ ആത്മാവിൽ തിരിച്ചറിയുന്ന എത്ര വേഗത്തിൽ തിരിച്ചറിയും. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം സാഗ്ബദർ പറഞ്ഞൊരു ഉദാഹരണമാണ്. ഈ പാപത്തോടുള്ള സ്പർശയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ശുദ്ധ മനസ്സാക്ഷിയുടെ ഈ ഒരു കാര്യം സാഗ്ബദർ എപ്പോഴും പല പ്രാവശ്യം ആവർത്തിച്ച് പറയാനുള്ള മനോഹരമായ ഒരു ഉദാഹരണമാണ് പൂച്ചയുടെയും പന്നിയുടെയും ഉദാഹരണം.
പൂച്ചയ്ക്ക് എന്താ സ്വഭാവം? പൂച്ച ഒരു അല്പം അതിന്റെ ദേഹത്ത് ചെളി തെറിച്ചാൽ അത് ഇമ്മീഡിയറ്റ്ലി അപ്പൊ തന്നെ മാറിയിരുന്നത് നക്കി തുടച്ച് ആ ഭാഗം വൃത്തിയാക്കും. മാലിന്യം തന്റെ ശരീരത്തിൽ അവൻ ഒട്ടും ഈ പൂച്ച ഒട്ടും ശേഷിപ്പിക്കുകയില്ല, എപ്പോഴും നക്കി തുടച്ചു കൊണ്ടിരിക്കും. പന്നിയോ എത്ര നന്നായിട്ട് ഇനി കുളിപ്പിച്ചു വിട്ടാലും ഒരു ചെളിക്കൊണ്ട് കണ്ടാൽ അതിൽ കിടന്നങ്ങ് അത് എത്ര വൃത്തിയാക്കിയ താല്പര്യം എപ്പോഴും ചെളിയില്ല. നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നില്ലേ? പാപത്തിന്റെ പടുകുഴിയിൽ ഒരു മോഹത്തിന്റെയും പാപത്തിന്റെയും തിന്മയുടെയും എല്ലാം അടിമകളായിരുന്ന നമ്മളെ കർത്താവ് വിടുവിച്ചത് എങ്ങനാണ്? ഇതാണ് രണ്ട് സ്പർശ്യതയുടെ രണ്ട് തലങ്ങൾ, രണ്ട് എക്സ്ട്രീമായി ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം. സത്യത്തില് ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമാണോ? പറയുന്നത് നമ്മളെങ്ങനെ ഈ പന്നിയിൽ നിന്ന് പൂച്ചയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ജീവിതം. ആന്തരികമായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ക്രിസ്തീയ ജീവിതം. ഒറ്റ വാക്കി പറഞ്ഞ പാപത്തോട് ചായ്വും പാപത്തെ സന്തോഷിച്ചിരുന്ന പാപത്തിൽ രസിച്ചിരുന്ന നമ്മളെ പാപത്തോടുള്ള ആ വെറുപ്പിലേക്ക് പൂച്ചയെ പോലെ ആ ഒരു സ്വഭാവ മാറ്റമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക. അവിടെയാണ് ആത്മീയ വളർച്ചയുടെ മുഴുവൻ സ്ഥായിയായ അതിന്റെ അന്തസ്സത്തെ അവിടെയാണ്. ഈ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എന്റെ ഹൃദയത്തിലേക്ക് വന്നത് ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് കാനാവിലെ കല്യാണത്തിന്റെ ആ ഒരു അത്ഭുതം, കർത്താവ് ചെയ്ത ആ കാര്യം ഈ കാര്യത്തോട് ഒത്തിരി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ ഒരു സത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണോ നമ്മൾ കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് യേശുവും തന്റെ ശിഷ്യന്മാരുമായിട്ട് ആ കാനാവിലെ വിവാഹത്തിന് പോയി. യേശു ശിഷ്യന്മാരെയും 3-ാം പറയുന്നു, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്ക് അതിനുശേഷം കാണാം എത്രയോ അത്ഭുതങ്ങൾ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ഇതിനകത്ത് പുസ്തകത്തിനകത്ത് കൊള്ളുകയെന്നാണ് പറഞ്ഞു. ഈ പുസ്തകത്തിനകത്ത് അത് ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വിട്ടുകളഞ്ഞു പലതും യോഹന്നാൻ അപ്പോസ്തലൻ. അവിടെ ഒരു ഏറ്റവും നിസ്സാരമായ ഒരു വെള്ളത്തെ വീഞ്ഞാക്കാൻ കർത്താവിന്റെ ദൈവം എന്ന നിലയിലുള്ള ദൈവപുത്രൻ എന്നുള്ള നിലയിൽ അധികാരം വെച്ച് ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം അമ്മ പറഞ്ഞപ്പോ കർത്താവ് പറയാ, എന്റെ സമയമായിട്ടില്ല. അങ്ങനെ വീഞ്ഞുണ്ടാക്കാൻ പ്രത്യേക സമയം വല്ലതും ഉണ്ടോ? അതിനുശേഷം എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് കണ്ട് മനസ്സലിഞ്ഞ് ചെയ്തു. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയണമെങ്കിൽ അത് ആത്മീയമായ ഒരു കാര്യത്തെ പറ്റിയാ. താൻ ചെയ്യാൻ പോകുന്ന അത്ഭുതം ഒരു ആത്മീയ സത്യത്തിന്റെ ഒരു ദർശനമായിട്ട് കർത്താവ് അതിനെ, അങ്ങനെയാണ് ദൈവം പിതാവ് കർത്താവിന് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പൊ അവിടെ അത് പറഞ്ഞ ശേഷം എന്താ, അമ്മ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷകരോട് പറഞ്ഞു, നിങ്ങൾ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്ത, അവൻ പറഞ്ഞാൽ ചെയ്താൽ മതി. അവിടുന്ന് വിട്ടില്ല. തന്റെ റോളുകളിലേക്ക് മറിയ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈ സത്യങ്ങളൊക്കെ സംഗ്രഹിച്ചെന്ന് പറയുന്നു. പക്ഷെ മകനെ അറിയിച്ചു, മറിയ അതിൽ നിന്ന് മാറുകയാണ്. കർത്താവ് എന്താ പറഞ്ഞു? കർത്താവ് ഈ ശുശ്രൂഷകരോട് എന്ത് പറഞ്ഞു? അവിടെ കാലിയായ ആ വൈൻ ജാർ എല്ലാം ഇരിപ്പുണ്ട്, വൈൻ സ്കിൻ മുഴുവൻ കാലിയാ. കർത്താവ് പറയാം, അതൊന്നും വേണ്ട, നിങ്ങൾ പോയി ഒരു കാര്യം ചെയ്യുക, ആ ശുദ്ധീകരണത്തിനായി, യഹൂദരുടെ ശുദ്ധീകരണത്തിനായിട്ട് വെച്ചിരിക്കുന്ന കൽപാത്രങ്ങളിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുക. കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. എന്നാൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാലിയായ ആ ഒരു ജാർസ് എല്ലാം നിറച്ചു വെക്കാൻ പറഞ്ഞില്ല? വക്കോളം നിറച്ചു എന്ന് പറഞ്ഞു. വക്കോളം നിറച്ചു, പക്ഷെ അത് വീഞ്ഞായി മാറിയില്ല. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് ഈ വീഞ്ഞു പാത്രം തിരഞ്ഞെടുക്കാതെ ഈ കൽപാത്രത്തെ തിരഞ്ഞെടുത്തത്, അതും ശുദ്ധീകരണത്തിനായിട്ടുള്ള യഹൂദ പാരമ്പര്യത്തിന്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിറയ്ക്കാൻ പറഞ്ഞത്. അവര് അത് പറയും, ബാഹ്യമായ ശുദ്ധീകരണം, പഴയ നിയമത്തിന്റെ ആ നീക്കം വരേണ്ട പഴയ നിയമത്തിന്റെ ഒരു പ്രതീകമായിട്ടാ ആ ശുദ്ധീകരണത്തിന്റെ കൽപാത്രങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്തത്. മനുഷ്യൻ, മാൻ അറ്റ് ഹിസ് ബെസ്റ്റ് ക്യാൻ ഡു ജസ്റ്റ് ദാറ്റ്. ആ കൽപാത്രങ്ങൾ നിറയ്ക്കാൻ പറ്റില്ല. കോരി അതാ അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും ഒക്കെ എന്റെ അടുത്തേക്ക് വരാൻ കർത്താവ് പറഞ്ഞതാ.
ബാഹ്യമായ ശുദ്ധീകരണം, മനുഷ്യന്റെ മുമ്പിലുള്ള ജീവിതം ആന്തരികമായി പാപത്തിന്റെ പടുകുഴിയിലായിരിക്കുമ്പോൾ തന്നെ ബാഹ്യമായ ശുദ്ധീകരണത്തിൽ നല്ലൊരു മുഖം കാണിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ പ്രതീകമായിട്ട് ആ കൽപ്പാത്രങ്ങളെ അവിടെ കാണാൻ പറ്റുക. പക്ഷെ അവിടെ നോക്കുക, അവിടെ കൽപ്പാത്രങ്ങളിൽ ഇരുന്ന ആ വെള്ളത്തോട് കർത്താവ് ഒരു വാക്ക്, ഇനി കോരി സർവീയ. നോക്കുക, ആത്മീയ ജീവൻ നിറയുന്ന ആത്മാവിന്റെ പ്രതീകമായ വീഞ്ഞ് കർത്താവിന്റെ ഒരു വാക്ക്, കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പന്നിക്കൊരിക്കലും അധ്വാനിച്ച് പൂച്ചയുടെ സ്വഭാവത്തിലേക്ക് വരാൻ പറ്റില്ല. ദൈവത്തിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ട്രസ്റ്റ് ആൻഡ് ഒബേ, കർത്താവിനെ ആശ്രയിച്ച് നിസ്സഹായതയോടെ ആശ്രയിക്കുമ്പോ എങ്ങനെയാണ് നല്ല മനസാക്ഷി ഉണ്ടായി വരുന്നതെന്നാണ് പറയുന്നത്. നമുക്കിങ്ങനെ വീണ് കിട്ടുകയല്ല, മറിച്ച് നിലവിളിയോടെ ഒരാവശ്യബോധത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോ കർത്താവ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, ആന്തരികമായ ഒരു മാറ്റം, ഒരു രൂപാന്തരമാണ് അവിടെ സംഭവത്തിൽ നമ്മൾ കാണാൻ കിട്ടുന്നത്. അവിടെ എന്നിട്ട് പറയുന്നു, കൽപ്പാത്രങ്ങൾ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞു, അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ആരാ ഈ വിരുന്നുവാഴി എന്ന് പറയാ? അത് എവിടെ നിന്നു എന്നും വെള്ളം കോരിയ ശുശ്രൂഷകർക്കല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിരുന്നുവാഴി ഇന്ന് പൗരോഹിത്യത്തിന്റെ നിഴല. കാരണം ഇത് എവിടുന്ന് കോരിയെന്നും അറിയത്തില്ല. അവൻ എക്സ്പെക്ട് ചെയ്ത ആ പാത്രങ്ങളിലല്ല, വീഞ്ഞു പാത്രങ്ങളാണെ അവന്റെ കസ്റ്റഡിയില. ഹീസ് ദ അതോറിറ്റി there. വൈൻസ്കിന്റെ എല്ലാം വിരുന്നുവാഴിയുടെ പക്കലുണ്ട്. പക്ഷെ ഇതെവിടെ നിന്ന് വന്നു? പാരമ്പര്യത്തിന്റെയും ആചാരങ്ങളുടെയും കൽപ്പനകളുടെയും ലോകത്ത് നിന്ന് നമ്മളെ വിടുവിച്ച് പുത്രന്റെ സ്നേഹത്തിൽ കാൽവരിയിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് അയച്ച, തന്റെ ജീവനെ കൊടുത്ത് സമ്പാദിച്ച അവന്റെ ജനം, അത് കർത്താവിന്റെ പ്രവൃത്തിയാ. യേശു നമുക്കായിട്ട് ചെയ്തതാ. വിരുന്നുവാഴിക്ക് അറിയില്ല. അതുകൊണ്ട് ആ വിരുന്നുവാഴികളുടെ സമൂഹത്തെ വിട്ട് നമ്മളെയൊക്കെ കർത്താവ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. കർത്താവിന് ചെയ്യാൻ പറ്റുന്ന ആ ട്രാൻസ്ഫോർമേഷന്റെ ആ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, പൂച്ചയുടെയും പന്നിയുടെയും ആ ഉദാഹരണത്തിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ മനസ്സാണ്, കർത്താവിന് മനസ്സാണ്. നിർമ്മലമായ മനസ്സാക്ഷി എനിക്ക് ഉണ്ടാവണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പറയുക, കർത്താവേ, എന്റെ സ്വഭാവം ഈ പന്നിയുടേതാണ്. ഞാൻ ഇന്നും പാപത്തെ സ്നേഹിക്കുന്നു. ഇന്നും പ്രലോഭനങ്ങളില് ഞാൻ വീണു പോകാറുണ്ട്. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഞാൻ അധ്വാനിച്ചു മടുത്തു. ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ല. ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. അവിടെ നോക്കുക, അവിടെ കർത്താവിന്റെ ഒരു പ്രവൃത്തി. ആ സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമുക്ക് ഓടി ചെന്നുകൂടെ പ്രിയപ്പെട്ടവരെ? നിർമ്മലമായ മനസ്സാക്ഷി ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തരട്ടെ. അപ്പോ രണ്ടാമതായിട്ടൊരു കാര്യം, അപ്പൊ നമ്മൾ ഓർത്ത് പറഞ്ഞു, പാപത്തോട് സ്പർശതയുള്ള മനസ്സാക്ഷി എന്താണെന്നും പാപത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വഴി എന്താണെന്നും നമ്മൾ കണ്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന വീഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിച്ചുകൊണ്ട്, എന്താ പറഞ്ഞ ടെസ്റ്റ്, നിങ്ങൾ ഫെയിൽ ചെയ്തില്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത് കർത്താവിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തികൾ നിങ്ങൾക്കൂടെ ചെയ്യും. സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, കർത്താവിനായിട്ട് വിട്ടുകൊടുത്തൊരു ജീവിതം നമുക്കിന്ന് ദൈവമുമ്പാകെ ആവശ്യബോധത്തോടെ പറയാൻ, കർത്താവേ, എന്നെ സഹായിക്കണമേ. ഞങ്ങൾക്കൊരു ജീവിതം ആവശ്യമാണ്. ഒരു ബാഹ്യമായ സാക്ഷ്യം കൊണ്ട് തൃപ്തിപ്പെട്ടു ഇരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നമുക്ക് സത്യസന്ധമായിട്ട് കർത്താവിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, അങ്ങനെ സ്പർശ്യതയുള്ള മനസാക്ഷി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലിയർ കോൺഷ്യൻസ് ഉള്ള ഒരാള് ക്ഷമ ചോദിക്കുന്നതും ക്ഷമിക്കുന്നതിനും വളരെ തിടുക്കമുള്ളവരായിരിക്കും. എത്ര വേഗത്തിൽ നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മുടെ മനസാക്ഷി നിർമ്മലമായിരിക്കും. എത്ര വേഗത്തിൽ നമ്മൾ ക്ഷമ കൊടുക്കുന്നുവോ അത്രയും നിർമ്മലമായിരിക്കും നമ്മുടെ ഹൃദയം. എത്ര വേഗത്തിൽ ക്ഷമിക്കുന്നോ അത്ര വേഗത്തിൽ നമ്മുടെ മനസാക്ഷിയും ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, 4:26 ഇങ്ങനെ വായിക്കുന്നു, ഡു നോട്ട് സിൻ, ഡു നോട്ട് ലെറ്റ് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ ആങ്കർ. നിന്റെ കോപത്തിന്റെ മേൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ, അസ്തമിക്കാതിരിക്കട്ടെ.
നമ്മൾ പലപ്പോഴും ആശ്ചര്യമായിട്ടല്ലേ അതെടുത്തിരിക്കുന്നത്. വൈകുന്നേരം വരെ ഒരു തെറ്റ് ചെയ്താൽ വൈകുന്നേരത്തേക്കകം നമ്മൾ രമ്യപ്പെടണം, അതാണോ അർത്ഥമാക്കിയിരിക്കുന്നത്? അല്ല. കാരണം വൈകുന്നേരം വരെ എന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞു, മറിച്ച് അതിന്റെ എക്സ്പ്ലനേഷൻ കർത്താവ് തന്നെ പറയുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 11:35 എന്താ പറയുന്നേ? നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കുക. ഈ വൈകുന്നേരം അസ്തമിക്കുന്ന സൂര്യനെ പറ്റി അല്ല പറഞ്ഞത്. നീതി സൂര്യൻ എന്റെ ഹൃദയത്തിൽ വന്ന് വാഴുന്ന കർത്താവിന്റെ ആ വെളിച്ചം ഇരുളായിട്ട് മാറുന്ന ഒരു അപകടത്തിലാണ് നീ ക്ഷമിക്കാൻ താമസിക്കും. വൈകുന്നേരം നമ്മളുടെ ഓർക്കുക, ഇന്നിപ്പം രാവിലെ ഞാൻ ഭാര്യയോട് ഇച്ചിരി ചൂടായി, സാരമില്ല, വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, വൈകുന്നേരം പറയാം, ഓടിച്ചെന്നങ്ങ് പറയണ്ട, തെറ്റിപ്പോയി, എനിക്കറിയാം, ഞാൻ ഇന്ന് തീർത്തോളാം, 5 മണി വരെ സമയമുണ്ടല്ലോ. ആശ്ചര്യമായിട്ട് സൂര്യാസ്തമയത്തെ നമ്മൾ എടുത്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ വെളിച്ചം ഇരുളായി മാറും. എങ്ങനാ? അതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അതെങ്ങനെയാ? അത് വിദ്വേഷത്തിന്റെ വേര് മുളച്ചു എന്ന് നമ്മളുള്ളത് വായിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സാത്താൻ ചില കാര്യങ്ങൾ ചെയ്യും. ഒരു ന്യായീകരണമല്ല, ഞാൻ ഇത്ര ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ഇങ്ങോട്ട് ചെയ്തിട്ടല്ലേ പറഞ്ഞേ, ഒരു ന്യായീകരണം കൂടെ വന്നു, അല്പം കൂടെ പോയി. അപ്പോ ഒരു സ്വയം നീതിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്നും പറഞ്ഞില്ലേ, ഇപ്രാവശ്യം അങ്ങനെ എപ്പോഴും വിട്ടാവക്കത്തില്ല. അടുത്ത ന്യായീകരണം കിട്ടി, സാത്താൻ കൊണ്ട് കൃത്യമായിട്ട് തരും. അടുത്തത് മൂന്നാമത് പറയും, ഇനിയിപ്പം ഇച്ചിരി വൈകി അങ്ങ് പോയി, ഇപ്പൊ ചെന്ന് വൈകിട്ട് പോയി പറഞ്ഞാല് ഇനി എന്റെ തലയിൽ കയറാൻ വരും, പോട്ടെ, കഴിഞ്ഞത് പോയി, ഇപ്പൊ മറന്നു, എന്നോട് വലിയ കുഴപ്പമൊന്നുമില്ല, വൈകിട്ട് ചായ ഇട്ട് തന്നു, എനിക്ക് ഭക്ഷണത്തിലൊക്കെ ഒരു എക്സ്ട്രാ കറി ഉണ്ടായിരുന്നു, അപ്പം കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്താ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സാത്താൻ വളരെ ക്ലവറാ. നോക്കുക, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടിലേക്ക് ഇരുട്ടായി. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മള് കൊലോസ്, ഞാനെല്ലാം ഡീറ്റെയിൽ പോകുന്നില്ല, കൊലോസ് ലേഖനത്തിന്റെ വാക്യമുണ്ട് 4-ാം അധ്യായത്തില്, അവർ മനസാക്ഷിയിൽ ചൂട് വെച്ചവരായിട്ട്. അത് വേറൊരു കോണ്ടെക്സ്റ്റിലാ പറയുന്നത്. മനസാക്ഷിയിൽ ചൂട് എന്താ? കരിഞ്ഞുപോയി, ഇരുട്ട് വന്ന് എന്നുള്ളത് ചൂട് വെക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ ന്യായീകരണത്തിലൂടെ ഒരു വസ്ത്രം നമ്മൾ അയൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ അത് നല്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ആ വസ്ത്രം ഇടാൻ നോക്കുക, അത്രയും ഭാഗം. അല്ലെങ്കിൽ നമ്മുടെ മാംസം, നമുക്കറിയാം, നമ്മൾ ഈ പണ്ടൊക്കെ ഈ വഴിയിലൂടെ നടത്തിയായിരുന്നു കാളകളെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നത്. ഇവരെയൊക്കെ ചൂട് വെച്ച് പല കാരണങ്ങളുണ്ട്, അതിന് ട്രെയിൻ ചെയ്യുന്ന കാലം തൊട്ടായിരിക്കാം, അല്ലെങ്കിൽ വഴി ചൂട് വെച്ചൊക്കെ ആയിട്ട് കറുത്ത പാടുകൾ അവിടെ അത് കരിഞ്ഞിരിക്കുക. അതൊരിക്കലും ആ പാടുകൾ മാറുകയില്ല, ആ വടു ഒരിക്കലും മാറുകയില്ല, അവിടെ നിർജീവമാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുന്ന മനസാക്ഷിയിൽ ഒരു ചൂടിന്റെ ഒരു അടയാളം വരും. നോക്ക്, അത്രമാത്രം നമുക്ക് വെളിച്ചം, ആ ഭാഗത്ത് പിന്നെ വെളിച്ചമില്ല. എത്ര ആഗ്രഹിച്ചാലും മടങ്ങി വരാനാവാത്തൊരു അപകടത്തിലേക്ക് പയ്യെ നമ്മുടെ മനസാക്ഷി കട്ടിപിടിക്കും. ഈ ഒരു അപകടം നമ്മൾ കാണണം. അപ്പൊ ഡു നോട്ട് ലെറ്റ് ദ സൺ ഗോ ഡൗൺ ഓൺ യുവർ ആങ്കർ എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കരുതേ. ഞാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഈ പറയുന്ന 3 ദിവസം മുമ്പ് ഞാൻ രാവിലെ എന്തോ ധൃതി വെച്ച് പോണേ, എന്തോ ഞാൻ പറഞ്ഞു, എന്തോ ഒരു പറയരുതാത്ത ഒരു കാര്യം, ചൂടായി പിന്നെ എന്നെ താമസിച്ച എന്തോ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, സമയം പോയി ഓടുക. പക്ഷെ അന്നേരം തൊട്ട് അസ്വസ്ഥത. അന്നെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറയണ്ടായിരുന്നല്ലോ. വിളിച്ചു നോക്കി കിട്ടുന്നില്ല. പക്ഷെ വൈകുന്നേരം ഞാൻ വന്നത് രാത്രി 12:30. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ. അപ്പൊ ഞാൻ ദൈവമേ, അതുവരെ എനിക്കൊരു അസ്വസ്ഥതയാ. ദൈവമേ, എന്റെ മനസാക്ഷി, അല്ലെങ്കിൽ അത് പിന്നെ പരിശ്രമിച്ച് വേണേ വിളിക്കാമായിരുന്നു. ഞാൻ എനിക്ക് ഇതൊക്കെ പറയുന്ന എക്സ്ക്യൂസാ. വേണേ 2ാമതും 3ാമതും ഒക്കെ ഇതിനിടയ്ക്ക് വിളിക്കാൻ സമയമുണ്ട്. പക്ഷെ അന്നേരം അതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്പർശതയുള്ള മനസാക്ഷി ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്. നമ്മളുടെ വിശേഷം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിക്ഷേപിച്ചൊരു തന്റെ നിക്ഷേപമാണ്, നമ്മുടേതല്ല. നമുക്ക് അവിടെ ആ സ്പർശതയുള്ള ഹൃദയം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22 ഇങ്ങനെ വായിക്കുന്നു: നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. അപ്പൊ നമുക്ക് ദുർമനസാക്ഷി നീങ്ങണം, ഒരു കോംപ്രമൈസും ഇല്ല. നമുക്കുള്ള ദുർമനസാക്ഷി നീങ്ങാനായിട്ട് പറയുന്നത് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്
പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അപ്പൊ ആദ്യം അവിടെ വിശ്വാസം വേണം. ആ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം എന്ന് പറയുന്നത് എന്റെ ദുർമനസാക്ഷി നീങ്ങിപ്പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു സത്യത്തോടുള്ള എന്റെ പ്രതിബദ്ധതയാണ്. അവിടെ താഴേക്ക് വരുമ്പോ നമ്മൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. നമുക്ക് ശുദ്ധീകരണത്തിലൂടെ നമ്മൾ എന്തെല്ലാം നേരം നമുക്ക് സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എല്ലാം സുതാര്യമാകും, നിഷ്കളങ്കമാകും, അടിസ്ഥാനപ്പെട്ടതായി മാറും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗൗരവം ഉള്ളവരായിട്ടിരിക്കാം. നമുക്ക് വിശ്വസ്തരായിരിക്കുന്ന സാഗ്ബാറിന്റെ രാവിലത്തെ മെസ്സേജ് വിശ്വസ്തതയെ പറ്റിയ നമുക്ക് വിശ്വസ്തരായിരിക്കാം ദൈവമുമ്പാകെ. അടുത്തൊരു പ്രത്യേകത, ശുദ്ധ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ യു വിൽ ഓൾവേസ് സീക്ക് ദ അപ്രൂവൽ ഓഫ് ഗോഡ് ദാൻ സീക്കിംഗ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ ആ അംഗീകാരം, ദൈവമകൻ എന്നുള്ള അംഗീകാരത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ നിലയിലൊക്കെ നമ്മൾ വീട്ടിൽ ആ നിലയിലേക്കാണ് നമ്മൾ ആ അക്സെപ്റ്റൻസ് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടാൽ നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നവരല്ല. 33.5 വർഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ പിതാവിന്റെ അക്സെപ്റ്റൻസ് അല്ല നോക്കി, അപ്രൂവലാ. അതുകൊണ്ട് 30 വർഷം പൂർത്തിയാക്കി ആ സമയത്ത് താൻ സ്നാനക്കുളത്തിലേക്ക് അല്ലെങ്കിൽ സ്നാനത്തിനായിട്ട് അവിടെ ആ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു സ്നാനം കഴിഞ്ഞൊരു ഒരു അരുളപ്പാടുണ്ടായി. പിതാവിന്റെ ഒരു അപ്രൂവലിന്റെ ഒരു വേർഡ്, നീ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഐ അപ്രൂവ് ഹിം. 33.5 വർഷം ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മടരൂപമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അല്ല, അവിടെ ആയിരിക്കുമ്പോ പത്രോസും യോഹന്നാനും ഒക്കെ പത്രോസ് പറഞ്ഞു, നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാ, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, നിനക്കും ഏലിയാവിനും മോശയ്ക്കും ഒക്കെ ആയിട്ട്. അവിടെയും ദൈവത്തിന്റെ അപ്രൂവലിന്റെ ഒരു താൻ പുത്രൻ മാത്രമാണ്, തന്റെ പുത്രൻ മാത്രമാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്. അവൻ പറയുന്നത് കേൾക്കുക. ബാക്കിയുള്ളവരൊക്കെ അവന്റെ വഴി തെളിക്കുവാനായിട്ട്, ഈ രക്ഷയുടെ സന്ദേശം അല്ലെങ്കിൽ ആവശ്യം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് ഞാൻ അയച്ച എന്റെ സേവകരാ. നമുക്ക് അവിടെ ആ സാക്ഷ്യം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ദൈവമേ കർത്താവേ, ഞാൻ ഇന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങയുടെ ഇഷ്ടം എന്നെ അറിയിക്കണം. എത്ര പ്രാവശ്യം നമ്മളിത് ഒരു കാര്യത്തിന്, ചെറിയതായിക്കോട്ടെ, സ്പർശ്യതയുള്ള ഒരു മനസാക്ഷിയുടെ ലക്ഷണം അതാ. ഞാനും ചെയ്യാറില്ല. പലപ്പോഴും ചെയ്തു കഴിഞ്ഞാ ഈ കർത്താവിൻ്റെ അടുത്ത്, കർത്താവേ ചെയ്തല്ലോ, ഇനി അതിന്റെ മേലൊന്ന് കൈവച്ചാൽ മതി കേട്ടോ. സത്യത്തില് ഈ പ്രസംഗിക്കാൻ എളുപ്പമാ. പക്ഷെ എത്ര ഞാൻ ഈ പറയുമ്പോൾ ഞാൻ എത്ര ആവശ്യത്തിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. എത്ര ആവശ്യത്തിലാണ്, എത്ര നിസ്സഹായതയിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. പിന്നോട്ട് നോക്കാതെ മുമ്പിലേക്കുള്ളത് അഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് നീ ഓടണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടുത്താനല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആര് ഇതിനൊക്കെ പ്രാപ്തർ? ജോജി പേരപ്പുറം പറയുന്ന ആര് ഇതിനൊക്കെ പ്രാപ്തർ? നമ്മൾ പ്രാപ്തരാ. എന്റെ കർത്താവ് മുഖാന്തരം എന്നെ സ്നേഹിച്ച്, എനിക്ക് വേണ്ടി ജീവൻ തന്നെ എന്നെ സ്നേഹിച്ച് എന്റെ കർത്താവ് മുഖാന്തരം, അവന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് മുഖാന്തരം, തക്ക സമയത്ത് എനിക്ക് തരുന്ന കൃപയും മുഖാന്തരം ഞാൻ ഇതിലൊക്കെ മതിയായവനാ. ഈ ഒരു ബോധ്യം ഉണ്ടാകാനായിട്ടായി സംസാരിക്കുന്നത്. മറിച്ച് നിരാശപ്പെട്ട് മുഖം തന്ന് ഞാൻ ഇനി എന്ത് ചെയ്യാനാ എന്നുള്ള ചോദ്യമല്ല. നമുക്ക് ധൈര്യത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് വന്ന് പറയാം, കർത്താവേ എന്നെ സഹായിക്കണം. തന്നെ നമ്മൾ അതിനൊരു പ്രത്യേകത, എപ്പോഴും നിരന്തരം ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചു കൊണ്ടിരിക്കും. ദൈവമേ, എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും പല സഹോദരന്മാരും പ്രാർത്ഥിക്കുമ്പോൾ കേട്ടില്ലേ, കർത്താവേ നിന്റെ നാമം മഹിമപ്പെടണം. ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ഒരു കല്യാണ വേദിയിലാണ് സന്തോഷ് സാറിന് ഓപ്പൺ ചെയ്യും, കർത്താവേ ഇവിടെ നിന്റെ നാമം മഹിമപ്പെടണം. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലേക്കും കൊണ്ടുവരണം. കല്യാണ സദസ്സിൽ മാത്രമല്ല, നമ്മുടെ ഭവനത്തിൽ, എന്റെ ഓഫീസിൽ
കർത്താവെ, ഇവിടെ ഇന്ന് എന്റെ വാക്കുകളും എന്റെ പ്രവൃത്തികളും അങ്ങേ മഹത്വപ്പെടുത്താനിടയാക്കണം. കർത്താവിനെ പിൻപറ്റുന്ന ഏതൊരുവന്റെയും ഹൃദയത്തിൽ ഉണ്ടാവേണ്ട നിർമ്മല മനസ്സാക്ഷി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഉണ്ടാവണം. കർത്താവെ, നിന്റെ നാമം, കർത്താവ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, കർത്താവിന് അവിടെയും ഒരു ഉത്തരം ലഭിക്കുന്ന, നമുക്ക് ഒരുപക്ഷെ ഉത്തരവൊന്നും കിട്ടുകയില്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാവും. അതായത് നമ്മൾ കർത്താവ് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് യെസ് മകനെ, നിന്നെ ഞാൻ അംഗീകരിച്ചു എന്ന് പറയാൻ പോകുന്നില്ല. അത് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ, തന്റെ പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ പരസ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടാവും. അതാരാ പറയാ? നമ്മുടെ ഭാര്യ പറയും, നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും, ഉണ്ടെന്നോ ഇല്ലെന്നോ. നമുക്ക് അവരുടെ മുമ്പിൽ ഒരു വിളച്ചിലും നടക്കുകയില്ല നമ്മുടെ റിയൽ ലൈഫിൽ, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് കർത്താവ് പറയുന്നൊരു കാര്യം വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നും. അവിടെ ഉടനെ മറുപടി കൊടുക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ 12-ാം അധ്യായത്തിന്റെ 24 മുതൽ വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്നെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. വളരെ പ്രസക്തമാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെല്ലാം ഈ വഴിയിലാ നിൽക്കേണ്ടത്. അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അതാ വാഗ്ദത്തം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. എത്ര ഓണസ്റ്റാ! താനീ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴുകാൻ പോവുക, എന്നെയും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാനായിട്ട്. അവിടെ പറയാ, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണേ. എങ്കിലും ഇത് നിമിത്തം ഈ നാഴികയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. എന്നൊരു പച്ചയായ മനുഷ്യനായി, സമ്പൂർണ്ണ മനുഷ്യനായിട്ട്. അത് നമുക്കറിയാം. അത് ശാരീരിക പീഡയെ ഓർത്തല്ല, മറിച്ച് പിതാവുമായുള്ള കൂട്ടായ്മ, തനിക്ക് വിഭാവനം ചെയ്യാവുന്നതിലപ്പുറത്തുള്ള പിരിയുന്നത്, ചിന്തിക്കാനാവുന്നതിലപ്പുറത്തുള്ള ഒരു കാര്യമായിട്ട് കർത്താവിന് വന്നതുകൊണ്ടാണ് കർത്താവെ ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് പറയാ, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എത്ര മനോഹരമായ തന്നെ നിസ്സഹായത! അതെയാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവെ, ഈ പ്രലോഭനത്തിന് മുമ്പിൽ എനിക്ക് പറ്റുന്നില്ല. കർത്താവെ, നിന്റെ നാമത്തെ മഹത്വപ്പെടണമേ. ഞാൻ നിന്റെ മകനാ. എങ്ങനെ മഹത്വപ്പെടുത്തുന്നത്? നീ എനിക്ക് ശക്തി തന്നുകൊണ്ട്, നീ എനിക്ക് കൃപ തന്നതുകൊണ്ട്, നീ എനിക്ക് ആത്മാവിനെ തന്നുകൊണ്ട്. അപ്പൊ കർത്താവ് പറയാ, പിതാവ് പറയുന്നു, സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും, ഇനിയും മഹത്വപ്പെടുത്തും. കർത്താവിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ മഹത്വപ്പെടുത്തും. ഇതൊരു വാഗ്ദത്തമാ. പ്രിയപ്പെട്ടവരെ, നമുക്കിത് വിശ്വസിക്കാമോ? ലളിതമായ ഹൃദയത്തോടെ. നമുക്ക് ഒത്തിരി ഡോക്ടറിൻസ് ഒന്നും അറിയണ്ട. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും മുഴുവൻ കർത്താവിനുള്ള ലളിതമായ ആ വിശ്വസ്തതയും കർത്താവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്താ? അങ്ങനെയുള്ള ഈ നിർമ്മല മനസാക്ഷി ഉള്ളാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിരന്തരം ദൈവമഹത്വം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ? ദൈവസ്നേഹം അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും. തന്നെയല്ല, പരസ്പരം അക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ റോമാലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ച് ഞാൻ വേഗത്തിൽ നിർത്താം. റോമാലേഖനം 15:7 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. നമ്മൾ പറഞ്ഞു, പിതാവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. അപ്പം അതെന്താ അതിന്റെ പ്രവൃത്തി? അനന്തരഫലം എന്തായിരുന്നു? ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടു. പിതാവിന്റെ മഹത്വത്തിനായിട്ട് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും, പാപികളായ, യോഗ്യതയില്ലാത്ത, അയോഗ്യരായ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കൈക്കൊണ്ടു. അങ്ങനെയെങ്കിൽ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ സഹോദരനോട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സഹോദര, ദൈവം നിന്നെ അംഗീകരിച്ചിട്ടുണ്ട്, നിന്റെ യോഗ്യത കണ്ടിട്ടല്ല.
നിന്റെ നന്മ കണ്ടിട്ടല്ല, നിന്റെ വിശ്വാസം കണ്ടിട്ടുമല്ല. എങ്കിൽ ദൈവത്തെ നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തന്ന സഹോദരനെ, നിനക്ക് തന്ന ഭാര്യയെ, നിനക്ക് തന്ന മക്കളെ അവർ മറുതലിച്ച് നിൽക്കുമ്പോഴും നീ അവരെ അക്സെപ്റ്റ് ചെയ്യണം. യു അക്സെപ്റ്റ് ദം. അവരായിരിക്കുന്നത് പോലെ നീ അംഗീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവഹിതം. അതുപോലെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം, ഈ സ്നേഹത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു വിശ്വാസം. സ്നേഹിക്കാൻ ആരെയെങ്കിലും നമുക്ക് കഴിയാതിരിക്കുന്നുണ്ടോ? നമ്മളെ വിരോധിച്ചവരെ, നമുക്ക് ഉപദ്രവം ചെയ്തവരെ. പക്ഷെ വിശ്വാസം എപ്പോഴും വ്യാപരിക്കേണ്ട, വിശ്വാസത്തിന് മൂവ് ചെയ്യാൻ പറ്റിയ ഒറ്റ തലം സ്നേഹത്തിലൂടെ അത് വളരുകയുള്ളൂ, അത് വ്യാപരിക്കുകയുള്ളൂ. അത് മറ്റേ ആളിനെ ആശ്രയിച്ചല്ല, അത് നിന്നിൽ ആശ്രയിച്ചായിരിക്കുന്നു, നിന്റെ ഹൃദയത്തെ ആശ്രയിച്ചായിരിക്കുന്നു, നിന്റെ ദൈവഭയത്തെ ആശ്രയിച്ചായിരിക്കുന്നു. ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്തതായിട്ട്, ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. നിർമ്മലമായ ഒരു മനസാക്ഷി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ദൈവഭയം ഉണ്ടാവണം. ഞാൻ ഒത്തിരി കാര്യം ദൈവഭയത്തെ പറ്റി നമുക്ക് ഒരു ഫുൾ ടോപ്പിക്കാണ്. നമുക്കിപ്പോൾ അത് അങ്ങനെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാനൊരു വാക്യം, ഐസയ 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, and he will be the stability of your times, a wealth of salvation, wisdom and knowledge. The fear of the Lord is his treasure. നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. ഇവിടെ നമുക്ക് ലോബീസിനും യൂനിസിനുമൊക്കെ തിമോത്തിക്ക് കൊടുക്കാൻ പറ്റിയ അതിലൂടെ ആ ഒരു ലെഗസി നമുക്ക് ദൈവഭയത്തിലും ഊന്നിയിരുന്നതാ. നമ്മൾ ആ തുടക്കത്തിൽ പോലെ പാരമ്പര്യ വിശ്വാസമില്ല, പക്ഷെ പാരമ്പര്യമായിട്ട് നമുക്കൊരു ജീവിതത്തിന്റെ മാതൃകയുണ്ട്. അവിടെ അത് ട്രാൻസ്ഫറബിളാ. ഈ ഒരു ട്രഷർ എപ്പോഴും അല്ലെ, ഒരു വെൽത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൂടെ? അപ്പൊ ഈ ട്രഷർ ദൈവഭയമായിരിക്കണം. അതിനൊരു ലെഗസി ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. പഴയ നിയമത്തിൽ ഒരു വാക്യം അത് കണ്ടുവച്ച് നമുക്ക് വളരെ പെട്ടെന്ന് നിർത്താം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ 31-ന്റെ 6-ൽ ഇങ്ങനെ 5-ൽ ഇങ്ങനെ വായിക്കുന്നു. 5-ന്റെ അവസാനം, യാക്കോബ് ലാബാനെ വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് തന്റെ ഭാര്യമാരെ വിളിച്ച് പറയുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ അപ്പന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നോക്കുക, എന്റെ അപ്പന്റെ ദൈവം. സത്യത്തിൽ ഞാൻ ഓർത്തപ്പോ ഇത് വാക്യം വായിച്ചപ്പോ എന്റെ ഒരു ജീവിതത്തിൽ ഞാൻ എന്റെ യൗവനമൊക്കെ വളരെ ഒരു മാതൃകയില്ലാത്തൊരു ജീവിതം ജീവിച്ച ഒരാളാ. പക്ഷെ ഞാൻ ഓർക്കുന്നു, എന്റെ അപ്പൻ വിശ്വാസിയല്ല, പക്ഷെ അപ്പൻ റോമൻ കാത്തലിക് ചർച്ചിൽ നിന്നിരുന്നു. പക്ഷേ അദ്ദേഹം അതിന്റെ ആചാരങ്ങളൊന്നും അനുഷ്ഠിച്ചില്ല. വീട്ടിൽ മരിയ പ്രാർത്ഥന സമ്മതിക്കില്ല. കാരണം കർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. കാരണം ദൈവവചനം എല്ലാ ദിവസവും, ഞാൻ പരീക്ഷ വരുന്ന സമയത്ത് 4 മണിക്ക് എഴുന്നേൽക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അപ്പൻ 4 മണിക്ക് എഴുന്നേൽക്കും, ദൈവവചനം വായിക്കുന്നതാണ്. ഇങ്ങനെ നമ്മളതിലേ കടന്നു പോകുന്നു അറിയില്ല, അതിനകത്ത് വളരെ ഇമേഴ്സ്ഡ് ആണ്. അപ്പോ ഇതെന്റെ മനസ്സിനെ എവിടെയൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ അപ്പന്റെ മാതൃക, ഈ വീട്ടിൽ കൊന്തയില്ല, അല്ലെങ്കിൽ കുമ്പസാരിക്കയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കർത്താവുമായിട്ട് നേരിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച വെളിച്ചത്തിൽ ജീവിച്ചു. അദ്ദേഹം വിശ്വാസത്തിന്റെ ഈ നിലയിൽ നമ്മൾ അറിയുന്ന നിലയിൽ അറിഞ്ഞില്ലെങ്കിലും ലഭിച്ച വിശ്വാസത്തിൽ വിശ്വസ്തനായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഇത്ര കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്തു, ഞാനും പ്രീ ഡിഗ്രി ഈ ഉഴപ്പി നടന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിക്കും. അപ്പൻ്റെ നിന്ന് കിട്ടിയ ശീലമാണ്. അപ്പൊ നമുക്ക് ലെഗസി, വിശ്വാസത്തിനല്ല ഒരു ജീവിതത്തിന്റെ ഒരു ലെഗസി നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളതിനെ വിലമതിക്കണം, നമ്മൾ മാതാപിതാക്കളെ വിലമതിക്കണം. അവിടെ 31-ാം അധ്യായത്തിന്റെ 2 വാക്യങ്ങൾ ചിന്തിക്കുക. അവിടെ പറയുന്നു, 42 ലാബാനോട് ഈ യാക്കോബ് സംസാരിക്കുമ്പോ 42 ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ. എങ്ങനെയാ? തന്റെ ഭയമല്ല പറയുന്നത്, തന്റെ ജീവിതം അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. താന് ലാബാനെയും കളിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ജീവിതം. അപ്പം ഒരു ധൈര്യമില്ല പറയാൻ. അപ്പൊ പറയുന്നത്, എന്റെ അപ്പൻ ഭയപ്പെട്ടിരുന്ന ദൈവം, എന്റെ അപ്പനായ ഇസഹാക്കിന്റെ ഭയമായിരുന്നവൻ. അബ്രഹാമിനെ കുറിച്ച് പറയാൻ, അബ്രഹാം ഒന്നും ജീവിച്ചിരിപ്പില്ല, ഇസഹാക്ക് ഒന്നുണ്ട്. അവിടെ
നമുക്കൊരു ഞാനൊരു ലെഗസി അതിനകത്ത് വലിയ ആത്മീയമായി നമുക്ക് വലിയ ഒരു സമ്പന്നത കിട്ടാൻ വേണ്ടിയുള്ള കാര്യമല്ല. നമ്മൾ ഹൗ വി ഷുഡ് വാല്യൂ ഫോർ ഫാദേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവരിൽ നിന്ന് കിട്ടിയ നന്മയ്ക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. 53-ാം വാക്യവും അങ്ങനെ തന്നെ പറയുന്നു. അവിടെ അത് പറഞ്ഞ ശേഷം അവർ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ 53 ഇങ്ങനെ പറയുന്നു, യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭയമായിരുന്നു, തന്റെ ഭയമല്ല. തന്റെ ഭയം എന്ന് പറയാൻ ധൈര്യം കിട്ടുന്നില്ല അന്നേരം. അത് യാബോക്ക് കടവിന് ശേഷമാണ് ആ വടിയിൽ ചാരി നിന്നുള്ള എന്റെ പിതാവ് ആ ദൈവത്തെ ഭയപ്പെട്ട് യാക്കോബ് തുടങ്ങിയത് യഥാർത്ഥത്തിൽ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിർമ്മല മനസാക്ഷിയുമായിട്ട് ദൈവത്തിന്റെ അടുത്തിയല്ല, ഒരാഗ്രഹത്തോടെ നിർമ്മല മനസാക്ഷി ഒറ്റ ഇത് കണ്ട് ഭയപ്പെട്ടു പോയി. ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇതിപ്പം ഇതില്ലാതെ ചെല്ലാം. ഒരാവശ്യബോധം നമ്മളുണ്ടാവട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പരാതിയായിട്ട് ഒരു പക്ഷേ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കണേ. അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ് ഇങ്ങനെ അവരെ വിളിച്ചു വരുത്തുമ്പോൾ, ഈ വാല്യുവേഷനൊക്കെ ആയിട്ട് വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ മുമ്പിലും കൊച്ചു വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും പറയുന്ന ധാരാളം അമ്മമാരും അപ്പന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്ന് നിൽക്കണേ. അല്ലെ മൂപ്പന്മാരുടെ അടുത്ത് പോയി ഒന്ന് ബദലൊന്ന് ഉപദേശിക്കണേ എന്ന് പറയുന്ന നിൽക്കണം. അതിനു മുമ്പ് ചെയ്തോളൂ, പറഞ്ഞോളൂ. പക്ഷെ അവിടെ അതിനു മുമ്പ് കർത്താവിന്റെ മുമ്പിൽ നമുക്കൊന്ന് മുട്ടുകുത്താമോ സ്വകാര്യമായി? കർത്താവേ, എന്റെ ജീവിതത്തിൽ എവിടെ എന്റെ മനസാക്ഷിക്ക് ചൂട് പിടിച്ചത്? എന്റെ ഹൃദയത്തില് എന്റെ മനസാക്ഷി കഠിനമായി കളഞ്ഞത് എവിടാണ്? എന്റെ ജീവിതത്തിന്റെ ആ തലങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ കർത്താവേ? നമുക്കത് മുട്ടുകുത്താവോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കർത്താവിനോട് ക്ഷമ ചോദിച്ച ശേഷം നമുക്ക് ആ നിലയിലൊക്കെ ദൈവം വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് തന്നെ ചെയ്യണം. മാതാപിതാക്കളുടെ ചുമതലയാണ് പ്രാഥമികമായിട്ട്. രണ്ടാമതിന് ശേഷം നമുക്കിങ്ങനെയുള്ള ദൈവം വെച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും അതോറിറ്റീസിനെയും ഒക്കെ നമുക്ക് അടുത്ത് ചെന്ന് പറയുമ്പോൾ ദൈവത്തിന് തന്റെ പ്രവൃത്തി എളുപ്പമാവും. കാരണം ഞാൻ എൻ്റെ മനസാക്ഷി അങ്ങനെ തന്നെ സൂക്ഷിക്കും, പക്ഷെ മകൻ നന്നാകണം. പക്ഷെ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ റെബല്യൺ നമ്മൾ അതിനു മുമ്പിൽ അത് ന്യായീകരിക്കാൻ ഒക്കത്തില്ല. അത് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവർക്കതൊരു കാരണമല്ല, അവർക്കൊരു എക്സ്ക്യൂസുമല്ല. മറിച്ച് അവിടെ നമ്മൾ മുട്ടുകുത്തേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരും. ഈ ഒരു പ്രത്യാശ നമുക്ക് ഹൃദയത്തിലുണ്ട്. അവിടെ ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് നമുക്ക് പരിചിതമായ ഒരു വാക്യം വായിച്ച് ഞാൻ നിർത്തിക്കോളാം. 21 മുതൽ 1 പത്രോസ് 2:21 മുതൽ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഈ മാതൃകയെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞത് മുഴുവൻ. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവനെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത് മതി. ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ആമേൻ.